ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ഫാബ്രിക് ബൈ സഫ്ന. സോ എന്നെ അറിയാത്തവരോട് പറയാം, എൻ്റെ പേര് സഫ്ന കബീർ. ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് കൂടുതലും മോസ്റ്റ്ലി പറയുന്നത് ഹാൻഡ് പെയിൻറ്റിങ്ങും പിന്നെ അതേപോലെ തന്നെ കുറച്ച് ടിപ്സും ട്രിക്സും എംബ്രോയ്ഡറിയും ഒക്കെ കണക്റ്റ് ആവുന്ന രീതിയിലുള്ള ഒരു ചാനലാണ്. സോ നിങ്ങളുടെ എൻ്റെ പ്രീവിയസ് വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അത് മാത്രമല്ല, ഇനി ഈ ഒരു വീഡിയോ എടുക്കുന്ന ടൈമിലാണെങ്കിൽ തൊണ്ടയ്ക്കൊക്കെ ചെറിയൊരു പണിയാണ്, അതേപോലെ തന്നെ പനിയാണ്. സോ അതിൻ്റേതായ കുറേ കുറ്റവും കുറവും ഒക്കെ ഒരു വീഡിയോയിൽ കാണും. സോ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹാൻഡ് പെയിൻറ്റിങ്ങിൻ്റെ തന്നെ കുറച്ച് ടിപ്സും ട്രിക്സും, ഏതാണ് ഹാൻഡ് പെയിൻറ്റിങ് ഏതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ എന്തെങ്കിലും അതിൽ അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ, സോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതും ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാണ്, കുറേ നെഗറ്റീവ്സ് ഈ ഒരു വീഡിയോയിൽ കാണും. കാരണം ദിസ് ഈസ് മൈ ഫസ്റ്റ് ടൈം, അതായത് ഒരു ട്യൂട്ടോറിയൽ രീതിയിൽ ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ്. സോ കുറേ കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. അത് മാത്രമല്ല ഇൻസ്റ്റയിൽ DM ചെയ്യുക. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. കമോൺ ഗൈസ്. ആദ്യം തന്നെ ഹാൻഡ് പെയിൻറ്റിങ്ങിൻ്റെ മെയിൻ ടൂളായ ബ്രഷ് കഴുകിക്കൊണ്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ 2 ടൈപ്പ് ഓഫ് ഫാബ്രിക് മെയ്ഡ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫെവിക്രിൽ ആൻഡ് ക്യാമൽ ആട്ടോ. ഫെവിക്രിൽ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി ആട്ടോ വരുന്നത്. അത് 25 രൂപയാണ് വരുന്നത്. അത് മാത്രമല്ല ഒരു സ്മെല്ലും അത്യാവശ്യം ഷോകാണ്. പക്ഷെ ക്യാമലിൻ്റെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല സ്മെല്ലാണ്, നല്ല കളേഴ്സ് ആയാലും നല്ല പിഗ്മെൻ്റ് ആയിട്ട് നല്ലൊരു ഷെയ്ഡിങ് നമുക്ക് കിട്ടാറുണ്ട്. അത് മാത്രമല്ല 30 രൂപയ്ക്ക് അത്യാവശ്യം ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടാറുണ്ട്. അതേപോലെ തന്നെ ഫാബ്രിക് പെയിൻറ്റിൽ മീഡിയം മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതും ക്യാമലിൻ്റെ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഷർട്ടിൻ്റെ വീഡിയോ എടുക്കാൻ കേട്ടോ. സോ ഇതാട്ടോ ഷർട്ട്. സോ ഇത് ചാടി വേണം നമുക്ക് അപ്പുറത്ത് കടക്കാൻ. ഓക്കെ, ഇതൊരു കസ്റ്റമറിൻ്റെ ഷർട്ടാട്ടോ. ഞാൻ ഏതൊരു ഫാബ്രിക് ആണെങ്കിൽ ഫസ്റ്റ് ഞാൻ മെഷർ ചെയ്തിട്ടായിരിക്കും ഞാൻ ട്രേസ് ചെയ്യുന്നത് കേട്ടോ. അത് മാത്രമല്ല ഫസ്റ്റ് പിൻ ചെയ്ത് സെക്യൂർ ആയിട്ട് മാത്രം ട്രേസ് ചെയ്യാൻ നോക്കുക. ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന കാർബൺ പേപ്പർ ആട്ടോ. ഈ ഒരു കാർബൺ പേപ്പർ ആയാൽ പോലും ട്രേസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു കറക്റ്റ് പ്രോപ്പർ ആയിട്ടാണ് നിൽക്കുന്നതെന്ന് 2-3 പ്രാവശ്യം ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ട്രേസ് ചെയ്യുക. റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാർബൺ പേപ്പറിൽ ഇങ്ക് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇറേസ് ചെയ്ത് കളയാൻ പറ്റത്തില്ല. കഴുകി കളയാൻ നോക്കിക്കഴിഞ്ഞാൽ പോലും അത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല ട്രേസ് ചെയ്യുന്നതിൻ്റെ തന്നെ ഏറ്റവും ഒരു ഇതെന്ന് പറയുന്നത് അത് കറക്റ്റ് പ്രോപ്പറായിട്ട് കിട്ടുമ്പോഴാണ് അവിടെ ഒരു നീറ്റ്നെസ് വരത്തുള്ളൂ. പിന്നെ അതേപോലെ തന്നെ മെയിൻലി ഡാർക്ക് ഫാബ്രിക്കിൻ്റെ ആണെങ്കിൽ ഫസ്റ്റ് ഔട്ട്ലൈൻ മാത്രം ട്രേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ട്രേസ് ചെയ്തതിന് ശേഷം രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആ ഒരു ഔട്ട്ലൈൻ പ്രോപ്പർ രീതിയിൽ കിട്ടിയിട്ടുണ്ടോ, എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ വാക്സ് പെൻസിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ട്രേസ് ചെയ്യുക എന്നത്. ഈ ഒരു വാക്സ് പെൻസിൽ എന്ന് വെച്ചാൽ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതാകുമ്പോൾ ഹീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം റിമൂവ് ചെയ്ത് പെട്ടെന്ന് കിട്ടുന്ന ഒന്നായതുകൊണ്ടാണ് ഞാൻ എപ്പോഴും വാക്സ് പെൻസിൽ യൂസ് ചെയ്യുന്നത്. ലൈറ്റ് ഷെയ്ഡ് ഫാബ്രിക് യൂസ് ചെയ്യുന്ന ടൈമിൽ മോസ്റ്റ്ലി ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഒരു എക്സ്ട്രാ ഒരു പേപ്പർ യൂസ് ചെയ്തിട്ട് സെക്യൂർ ചെയ്തിട്ട് മാത്രം ചെയ്യുക. കാരണം കാർബൺ പേപ്പറിന്റെ ഇങ്ക് ആയി കഴിഞ്ഞാൽ പോവത്തില്ല. ഓക്കെ, ഞാൻ എംബ്രോയ്ഡറി ഹൂക്ക് യൂസ് ചെയ്യുന്നതിന് പകരം ബോർഡായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ബോർഡ് യൂസ് ചെയ്താൽ പോലെ എംബ്രോയ്ഡറി ഹൂക്കിൽ യൂസ് ചെയ്യുന്ന പോലെ ടൈറ്റ് ആയിട്ട് പിൻ ചെയ്തിട്ട് മാത്രമാണ് ഞാൻ ഇത് യൂസ് ചെയ്യാറ് കേട്ടോ. ഈ ഡാർക്ക് ഷെയ്ഡൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ ഡാർക്ക് ഫാബ്രിക്കൊക്കെ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ബേസ് കൊടുക്കേണ്ടത് വൈറ്റ് ബേസ് തന്നെയാണ്. എങ്കിൽ മാത്രമാണ് നമുക്ക് അവിടെ നല്ലൊരു ഫിനിഷിങ്ങോടെ ആ ഒരു പെയിൻറ്റിങ് നമുക്ക് ഷെയ്ഡിങ് ഒക്കെ കറക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഈ ഔട്ട്ലൈനെല്ലാം നമ്മൾ ട്രേസ് ചെയ്ത് ഫിൽ ചെയ്തതിന് ശേഷം നമ്മൾ സെക്കൻഡിൽ ഒന്നും കൂടെ നമ്മൾ ട്രേസ് ചെയ്യാറാട്ടോ ഞാൻ ചെയ്യുന്നത്. ചില ടൈം ഞാൻ ഫ്രീ ഹാൻഡ് ആയിട്ട് ഞാൻ വരയ്ക്കാറുണ്ട് കേട്ടോ ചില പെയിൻറ്റിങ്ങിൽ. ഇൻ കേസ് നമുക്കിപ്പം ഞാനിവിടെ യെല്ലോ കൊടുത്തു, പക്ഷെ എനിക്ക് ഈ ഒരു യെല്ലോ വേണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അത്യാവശ്യം നല്ല വാട്ടറി രീതിയിലാക്കണം. എന്നിട്ട് ഈ സ്പോഞ്ചോ വല്ലോ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കണ്ട ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് മാക്സിമം ആ ഒരു ഷെയ്ഡ് പോയി കിട്ടും കേട്ടോ. കണ്ടോ, ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈമിൽ അറിയാതെ നമ്മളുടെ ഫാബ്രിക്കിൽ ഇതേപോലെ മാർക്കിങ്ങോ വല്ലതും ആയിക്കഴിഞ്ഞാൽ അതിനെ ഒന്ന് ഇങ്ങനെ കൊടുത്തു അതൊരു എലിമെൻ്റ് ആക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഇനി ഡിസൈൻ ഇല്ലാത്തൊരു പ്ലേസിലാണ് ഈ ഒരു ഇത് വന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസിയസ്റ്റ് വേ എന്ന് പറയുന്നത് സാനിറ്റൈസർ യൂസ് ചെയ്യുക. ഈസി അല്ല, കുറച്ച് ടഫാണ്. ഞാൻ ഈസിയസ്റ്റ് വേ എന്നാണ് പറഞ്ഞത്. സോ അത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സാനിറ്റൈസർ സ്പ്രേ ചെയ്തിട്ട് ബഡ്സോ വല്ല കോട്ടൺ തുണിയോ യൂസ് ചെയ്തിട്ട് ടാപ്പ് നേരത്തെ കാണിച്ച പോലെ ടാപ്പ് ചെയ്ത് മാത്രം റിമൂവ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ അടുത്തതായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ ഞാൻ വീഡിയോ ഇൻക്ലൂഡ് ആക്കാൻ മറന്നുപോയി. സോ സെക്കൻഡ് ടൈം ഒരു ഷോർട്സിൽ ഇൻക്ലൂഡ് ആക്കാം.
രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഒരു കോട്ടൺ തുണി എടുക്കുക, അതിൽ വെറ്റാണോ എന്ന് ചോദിച്ചാൽ വെറ്റായിരിക്കണം, ഡ്രൈ ആണോ എന്ന് തോന്നിയാൽ ഡ്രൈ ആയിരിക്കണം. ആ ഒരു പരുവത്തിലൊരു തുണി എടുത്തിട്ട് ഈ ഒരു ബഡ്സ് യൂസ് ചെയ്ത പോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഏറ്റവും സേഫസ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റായിട്ട് പറഞ്ഞ ഒരു ഇതാട്ടോ. അതെന്താണെന്ന് ചോദിച്ചാൽ സാനിറ്റൈസ് യൂസ് ചെയ്യുന്ന ടൈമിൽ ചില സമയത്ത് നമ്മൾ സാനിറ്റൈസർ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാതെ വിട്ട് കഴിഞ്ഞാൽ അവിടെ ആ ഒരു ഫാബ്രിക്കിന് തന്നെ ഡാമേജ് അല്ല, ഒരു പരുപരക്കൻ ഒരു രീതിയിൽ വരാറില്ലേ, ആ ഒരു രീതിയിൽ വരാനും ചാൻസ് ഉണ്ട് കേട്ടോ. സോ അതൊന്നും മൈൻഡിൽ എപ്പോഴും വെച്ചേക്കുക. ഇതാട്ടോ ക്യാമലിൻ്റെ ഫാബ്രിക് മീഡിയം എന്നത്. ഇനി ബ്ലെൻഡിങ്ങിലോട്ട് വരുമ്പം മോസ്റ്റ്ലി ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ആ ഒരു പെയിൻറ്റിങ് 3/4 ഭാഗമെങ്കിലും നമുക്ക് ഉണങ്ങി കിട്ടണം. അതെന്താ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ 3/4 ഭാഗം പോലും ഉണങ്ങാതെ നമ്മളിപ്പോൾ ഒരു ഷെയ്ഡിങ് കൊടുക്കാമെന്ന് വിചാരിക്കുക. ആ ഒരു ഷെയ്ഡിങ് നമ്മളൊരു ഡാർക്ക് ഷെയ്ഡ് കൊടുത്തു, പിന്നെ ഒരു ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുന്നു. ഈ ലൈറ്റ് ഷെയ്ഡ് കൊടുത്ത് നമ്മൾ വിചാരിക്കുന്ന ഔട്ട്പുട്ട് ആയിരിക്കില്ല അവിടെ ബ്ലെൻഡ് ചെയ്ത് കിട്ടുന്നത്. അതേപോലെ തന്നെ ബ്ലെൻഡിങ് യൂസ് ചെയ്യുന്ന ടൈമിൽ ഒരു ഷെയ്ഡ് മാത്രം കൊടുക്കുന്നതിന് പകരം 2-3 ഷെയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഫിനിഷിങ്ങോടെ കിട്ടും. അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ആക്കാം കേട്ടോ. ഗായ് സീരിയസ്ലി ഇതെൻ്റെ ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ ട്യൂട്ടോറിയൽ രീതിയിൽ പറയുന്നത്. സോ ഒരുപാട് മിസ്റ്റേക്ക് കാണാൻ ചാൻസ് ഉണ്ട്. സോ അത് മാത്രമല്ല തൊണ്ടയൊക്കെ വയ്യാതെ ആട്ടോ ഞാൻ ഈ ഒരു വോയിസ് ആയാലും റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കമൻറ്റ് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തൊന്ന് ദയവ് ചെയ്ത് പറയാട്ടോ. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതേപോലത്തുള്ള കണ്ടൻറ്റാണ് ഇഷ്ടം, ഏത് ടൈപ്പാണെന്നുള്ളൊരു ഐഡിയ എനിക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ. ചുണ്ടുണ്ടല്ലോ ചുണ്ട്. പെയിൻ്റ് ഇല്ലാത്ത സ്ഥലം നല്ലപോലെ അയൺ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പെയിൻ്റ് ഉള്ള പ്ലേസിലാണെങ്കിൽ എക്സ്ട്രാ ഒരു ഫാബ്രിക് യൂസ് ചെയ്തിട്ട് അയൺ ചെയ്യാം. ഇതേപോലുള്ള വീഡിയോയ്ക്ക് മസ്റ്റായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ തന്നെ കമൻറ്റും ലൈക്കും ചെയ്തേക്കുക. നിങ്ങൾ തരുന്ന ഓരോ കമൻസും എനിക്ക് എത്രത്തോളം അടുത്ത ടൈം ഈ ഒരു വീഡിയോ ഇമ്പ്രൂവ് ആക്കണം എന്നുള്ളൊരു ഐഡിയ ആട്ടോ. സോ മസ്റ്റായിട്ടൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.